ഞാനിപ്പം പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലാണുള്ളത്. നമ്മുടെ കൂടെ PK രാകേഷ് കോൺഗ്രസിൻ്റെ നേതാവുണ്ട്. നമ്മളെ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് ഇനിയുള്ളൂ. 4 ദിവസം എന്ന് പറയാം. 5ാമത്തെ ദിവസം നമ്മൾ ബൂത്തിലേക്ക് പോവുകയാണ്. എങ്ങനെയുണ്ട് UDFിൻ്റെ പ്രവർത്തനങ്ങൾ? എന്താണ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റുമോ? UDFിൻ്റെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ പ്രചരണം യഥാർത്ഥത്തിൽ നാളിതുവരെ കാണാത്ത തരത്തിലുള്ള ജനകീയമായ പിന്തുണയാണ് പോകുന്നിടത്തെല്ലാം ഷാഫി പറമ്പിലിന് ലഭ്യമാകുന്നത്. ഇത് UDFിൻ്റെ നേതാക്കന്മാരും UDFിൻ്റെ എല്ലാ സംവിധാനങ്ങളും അവരെല്ലാം ഞെട്ടിക്കുന്ന തരത്തിലാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം തിങ്ങിക്കൂടുന്നത് വന്നു കാണുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ വർധനവാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. ഒരു സംശയവുമില്ല, ഈ വടകര പാർലമെൻറ്റ് ചരിത്രത്തിൽ കാണാത്ത, ഒരുപക്ഷെ സതീദേവിയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭ്യമായ ഒരു സ്ഥാനാർത്ഥിയും അവരെല്ലാം കവച്ചു വെക്കുന്ന തരത്തിലുള്ള ഭൂരിപക്ഷത്തിലേക്കാണ് ഷാഫി പറമ്പിലിൻ്റെ പോക്ക് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത്. അത് എന്തെന്നില്ലാത്ത ഒരു ട്രെൻഡ് ഈ വടകരയിൽ കാണുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്താണ് കൃത്യമായ രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കുന്നത്? എങ്ങനെയാണ് രാഷ്ട്രീയം ഇന്ന് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഒരു വശത്ത് വിപുലമായ തരത്തിലുള്ള പ്രചരണങ്ങൾ കോൺഗ്രസും UDFും നേതൃത്വം കൊടുക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ ഈ നാട്ടിൽ നടത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ സുവ്യക്തമായ രൂപത്തിൽ തന്നെ ആശയപ്രചരണം നടത്താൻ കോൺഗ്രസിനും UDFിനും സാധിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 8 വർഷക്കാലമായി ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ജനമധ്യത്തിലെത്തിക്കാനും UDFിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നേരിട്ട് ജനങ്ങളെ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ അത് ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ UDFിന് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഷാഫി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി കിട്ടുന്ന ഏറ്റവും മികവുറ്റ ഒരു മൈലേജ് അത് കേരളക്കരെ ആകെ ഒറ്റുനോക്കുന്നു. ഉറപ്പായും വടകരയിൽ ഷാഫി ജയിക്കും, വൻ ഭൂരിപക്ഷത്തും ജയിക്കും എന്ന് ഇത് ആലങ്കാരികമായി പറയുകയല്ല. സ്ത്രീകൾ ഉൾപ്പെടെ, യുവജനങ്ങൾ ഉൾപ്പെടെ, യുവതികൾ ഉൾപ്പെടെ എന്ന് വെക്കേണ്ട എല്ലാം പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ ഉൾപ്പെടെ, കർഷകർ ഉൾപ്പെടെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും ഈ കാര്യത്തിൽ ഒരേ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. മാത്രമല്ല, ഇനി കഴിഞ്ഞ ദിവസം ഷാഫിക്കെതിരായിക്കൊണ്ട് സൈബർ ആക്രമണത്തിന്, എതിർ സ്ഥാനാർത്ഥി സൈബർ ആക്രമണത്തിന് ഷാഫി തന്നെ നേതൃത്വം കൊടുക്കുന്നു, മോർഫിംഗ് നടത്തുന്നു, വീഡിയോ ക്ലിപ്പുണ്ടാക്കുന്നു, അതിന് സംഘമുണ്ടായി ഇരിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള ഒരു പ്രചരണം ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും LDFിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതൊക്കെ തന്നെ തെറ്റാണ് എന്ന് ഈ പറയുന്ന അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിച്ച പരാതി കൊടുത്ത LDF സ്ഥാനാർത്ഥിയെ തിരികെ പറയുന്ന ഒരു സാഹചര്യത്തിലും കൂടിയാണ് കടന്നത്. അപ്പോൾ അതുകൊണ്ട് ഷാഫി അത്തരത്തിലുള്ള ഒരാളല്ല എന്ന് ഷാഫി കൃത്യമായി പറയും. ഇത് നിയമപരമായ നടപടിയിലേക്ക് ഞാനും പോകും എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ തിരുത്തി പറയേണ്ട അവസ്ഥയിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇതെല്ലാം പൊതുജനം കാണുന്നു. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണോ പറയുന്നത്, വായിൽ നിന്ന് വീഴുന്നത് എന്തും ആളുകൾക്ക് ആ സമയത്ത് തന്നെ എത്തുന്ന ഒരു സാഹചര്യത്തിൽ തെറ്റ് പറയുമ്പോൾ തെറ്റ് അത് ബോധ്യപ്പെടുകയും അത് എത്ര തെറ്റ് പറഞ്ഞാലും ആ തെറ്റിനെ ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ ബോധ്യമുള്ള ഒരു സമൂഹത്തിൽ ഉറപ്പായും ഷാഫിയുടെ വിജയം സുനിശ്ചിതമാണ്. താങ്ക് യു. എന്തായാലും എല്ലാ പ്രവർത്തനത്തിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു.